നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോടൊപ്പം ഗംഭീര പ്രകടനങ്ങൾ നടത്തിയാണ് സഞ്ജു സാംസൺ 2024 യാത്രയാക്കുന്നത്. 2015 ആരംഭിച്ച സഞ്ജുവിന്റെ കരിയർ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയത് ഈ വർഷമാണ്. ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടീമിനൊപ്പം ഒരുമിച്ചതോടെയാണ് സഞ്ജുവിന് തുടരവസരങ്ങൾ ലഭിച്ചത്. സഞ്ജുവിന്റെ കഴിവിനെ അടുത്തറിയാവുന്ന പരിശീലകർ പോലും അദ്ദേഹത്തിന്റെ കരിയറിന് ഒരു പരിധിയിൽ കൂടുതൽ പിന്തുണ കൊടുത്തിരുന്നില്ല. രാഹുൽ ദ്രാവിഡാണ് സഞ്ജുവിന് IPL രാജസ്ഥാൻ റോയൽസിലേക്ക് വഴിയൊരുക്കിയത്. എന്നാൽ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് കളിക്കാനുള്ള അവസരം ദ്രാവിഡ് നൽകിയിരുന്നില്ല. ദ്രാവിഡ് പരിശീലകനായിരിക്കെ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് അവസരം നൽകിയിരുന്നു. എന്നാൽ കളിക്കാൻ അവസരം നൽകിയിരുന്നില്ല. മറ്റാരുടെയും കീഴിൽ കാട്ടാത്ത അത്ര മികച്ച പ്രകടനമാണ് സഞ്ജു ഇപ്പോൾ ഗംഭീറിന് കീഴിൽ കാട്ടുന്നത്. ഈ വർഷം 3 T20 സെഞ്ചുറി ഉൾപ്പെടെ മറ്റാർക്കും നേടാനാകാത്ത റെക്കോർഡാണ് സഞ്ജു സാംസൺ നേടിയെടുത്തത്. ഇപ്പോഴത്തെ തന്റെ മികവിന് കരുത്തായത് ഗംഭീർ നൽകിയ ആത്മവിശ്വാസമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സഞ്ജു. ഗംഭീർ ഇന്ത്യൻ പരിശീലകനായ ശേഷം എല്ലാ താരങ്ങളുമായും വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. തന്നോടും ഇതുപോലെ സംസാരിച്ചിരുന്നു. താൻ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം, സവിശേഷമായ കഴിവുള്ളവനാണ് താനെന്നും എന്ത് സംഭവിച്ചാലും തൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നും നീ എന്താണെന്ന് എല്ലാവർക്കും കാട്ടിക്കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞതെന്നുമാണ് സഞ്ജു പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു പിന്തുണ പരിശീലകനിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നാണ് സഞ്ജു പറഞ്ഞിരിക്കുന്നത്. സഞ്ജുവിൻ്റെ പ്രകടനത്തെ നേരത്തെ തന്നെ പിന്തുണയ്ക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുള്ള പരിശീലകനാണ് ഗൗതം ഗംഭീർ. ഇതൊന്നും വെറും വാക്കല്ല എന്ന് തെളിയിച്ചാണ് പരിശീലകനായപ്പോൾ ഗംഭീർ സഞ്ജുവിന് അവസരം നൽകിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സഞ്ജുവിനെ ഓപ്പണർ റോളിലേക്ക് പരീക്ഷിച്ചത്. സഞ്ജുവിന് ഇഷ്ട ബാറ്റിംഗ് പൊസിഷൻ ലഭിച്ചപ്പോൾ തകർപ്പൻ പ്രകടനത്തോടെ അതിനോട് നീതി പുലർത്തുകയും ചെയ്തു സഞ്ജു. ഗംഭീർ സഞ്ജുവിന് ഓപ്പണർ റോളിൽ അവസരം നൽകിയപ്പോഴും അതിനൊത്ത പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല. ആദ്യ മത്സരങ്ങളിൽ സഞ്ജു ഫ്ലോപ്പായിരുന്നു. ഇതോടെ മാനസികമായ സമ്മർദ്ദത്തിലായെന്നും പരിശീലകന്റെ മുന്നിൽ പെടാതെ മാറി നടന്നു എന്നുമാണ് സഞ്ജു പറയുന്നത്. ആദ്യത്തെ നിരാശ പിന്നീട് വാശിയായി. ഇത്രയും പിന്തുണ ലഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശോഭിക്കാൻ സാധിക്കാത്തത്? മികച്ച പ്രകടനത്തോടെ പരിശീലകനോടും ടീമിനോടും നീതി കാട്ടണമെന്ന വാശിയായിരുന്നു പിന്നീട് ഉണ്ടായത് എന്നാണ് സഞ്ജു പറയുന്നത്. ഇതാണ് വലിയ സ്കോറിലേക്ക് സഞ്ജുവിനെ എത്തിച്ചത്. ബംഗ്ലാദേശിനെതിരായ 3ാം T20യിലൂടെയാണ് സഞ്ജുവിൻ്റെ സെഞ്ചുറി പ്രകടനം വരുന്നത്. പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറിയോടെ സഞ്ജു മിന്നിക്കുകയായിരുന്നു. പിന്നീട് ഡക്കായ ശേഷം വീണ്ടും ഒരു സെഞ്ചുറി പ്രകടനത്തോടെ സഞ്ജു തിരിച്ചു വരികയായിരുന്നു. ഈ പിന്തുണ നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ T20യിൽ പല വമ്പൻ റെക്കോർഡുകളും സഞ്ജുവിന് തകർക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ത്യക്കായി ഏത് ഫോർമാറ്റിലും കളിക്കാൻ തയ്യാറാണെന്നും ഏത് ഉറക്കത്തിൽ വിളിച്ചാലും വരുമെന്നുമാണ് സഞ്ജു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഗംഭീറിന്റെ പദ്ധതി പ്രകാരം സഞ്ജുവിന് T20 ടീമിൽ മാത്രമാണ് സ്ഥാനമുള്ളത്. ഏകദിന ടീമിന് പുറത്താണ് സഞ്ജുവിന്റെ സ്ഥാനം. 56-ന് മുകളിൽ സഞ്ജുവിന് ശരാശരി ഉണ്ട് എങ്കിലും ഏകദിനത്തിൽ സഞ്ജുവിന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജു സാംസണിന് കാര്യമായി പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറയാം. എങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ സഞ്ജുവിന്റെ കൂടുതൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായിരിക്കും.